ഇഹലോകത്താദ്യം പരിചയം ഇരുമാറാ, അതുപോലെ തന്നെ കുടിച്ചതും അച്ചാറാ. സുബ്ഹാന റബ്ബി, നോക്ക് നീ ഖുദ്റത്തുകൾ, വരവിൻ്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. ഗുണം ചെയ്യണേ മാതാപിതാക്കൾക്കൊക്കെയും, അവരൊക്കെയും മൗത്തായിരുന്നാൽ പിന്നെയും മൗത്തിൻ്റെ ശേഷം മാർഗമതിനെന്തെന്ന് നബിയോടൊരാൾ ചോദിച്ചുടൻ പറയുന്നേ, നീ റബ്ബിനോട് അവർക്കെപ്പോഴും പ്രാർത്ഥിക്കണം, കൃപ ചെയ്യണേ എന്നും അവർക്ക് നീ തേടണം. എനിക്കുള്ള ശൈശവത്തിൽ അവർക്ക് ഇബ ചെയ്തതാ, അതുപോലില്ലാഹി നീ അവർക്കും വേണ്ടതാ. തുസിയത്തുണ്ടെങ്കിൽ അതും നടപ്പാക്കണം, അവർക്കുള്ള ബന്ധുക്കൾക്ക് നീ ഗുണം ചെയ്യണം. അതുപോലെ തന്നെ അവർക്കുള്ള സ്നേഹിതരെന്നേ കണ്ടാൽ അവർക്കും നൽകണം ഗുണമെന്നേ. അത് മാത്രമല്ല, നീ കാട്ടണം അവരോട് ബഹുമാനവും സന്തോഷവും അലിവോട്. ഇവയൊക്കെയും അവർക്കുള്ള മൗത്തിൽ പിന്നെ ചെയ്താൽ അവർക്ക് നീ ചെയ്ത രീതിയിൽ തന്നെ. നോക്കാം, അബൂദാവൂദിലുണ്ടിത് വ്യക്തമായി, അത് ഇബ്നു ഉമറിൽ നിന്ന് റിപ്പോർട്ടുള്ളതായി. ആ ദിവ്യൻ ഒരു ദിനം കയറി കഴുതയിൽ യാത്രയായി. വഴിയിൽ ഒരാളെ കണ്ടുടൻ ഇറങ്ങുന്നതായി. കാട്ടാളനായ വ്യക്തിയിൽ താൻ ആദ്യമായി തസ്ലീം കൊണ്ടൊരു സ്വാഗതം നൽകുന്നതായി. കഴുതപ്പുറത്ത് വിളിച്ച് താൻ കയറ്റുന്നതായി. തലപ്പാവ് തൻ്റെ എടുത്തതും കൊടുക്കുന്നതായി. ഇത് കണ്ട് പറയുന്നു ഇബ്നു ദീനാറെന്ന്, അല്ലാഹു അങ്ങയെ നല്ലതാക്കട്ടെന്ന്. അറബിമാരാ തങ്ങളെ ഇവരൊക്കെയും, ചെറുതൊക്കെ മതി വരും അവർക്ക് തൃപ്തിയും. ഉടൻ ഇബ്നു ഉമർ അതിനുത്തരം തന്നിങ്ങനെ, ഇവർക്കുള്ള ബാപ്പയും എൻ്റെ ബാപ്പയുടെ ഇഷ്ടന, ബാപ്പായുടെ ഇഷ്ടന്മാരെ മക്കൾ ചേർക്കലും വലുതായ ഗുണമിൽപ്പെട്ടതാണ് അടുപ്പിക്കലും എന്നു നബി പറയുന്നതായി ഞാൻ കേട്ടതാ. ഇത് മുസ്ലിമിൽ നീ നോക്കിയാൽ കാണുന്നതാ. ഗുണം ചെയ്തു മക്കൾ അവർക്ക് ജീവിതകാലമിൽ പ്രാർത്ഥിക്കലുണ്ടായില്ല മൗത്തിന് ശേഷമിൽ. എന്നാൽ അവർ വെറുപ്പിച്ചതായി എഴുതപ്പെടും. വെറുപ്പിച്ചവർ ഇത് കൊണ്ട് ഗുണവും നേടിടും. കടം തീർത്തിരുന്നാലും ഇതേ രൂപത്തില, അതുപോലെ നേർച്ചകളും ഒരേ തൂക്കത്തില. ഇതുപോലെ ഇമാം ഔസായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹജാവിയും പങ്കുണ്ട്. കടമിൽ ഇനം രണ്ടുൾപ്പെടും എന്നറിയണേ, സൃഷ്ടാവിനും സൃഷ്ടിക്കുമെന്നാണ് ഓർക്കണേ. ഹജ്ജും സക്കാത്തും ഭീമമായൊരു ഭാരമാ, അത് വീട്ടലും അവർക്കെപ്പോഴും വന്നേട്ടമാ.